വിശുദ്ധ യാക്കോബ് ശ്ലീഹ. വിശുദ്ധ ഗ്രന്ഥത്തിൽ സെബദീ പുത്രന്മാർ എന്നറിയപ്പെടുന്നവരിൽ ഒരാളും അപ്പോസ്തോലന്മാരിലെ പ്രഥമ രക്തസാക്ഷിയുമാണ് വിശുദ്ധ യാക്കോബ്. ഈശോയുടെ വത്സല ശിഷ്യനെന്ന് വിളിക്കപ്പെട്ട യോഹന്നാന്റെ സഹോദരനാണ് യാക്കോബ്. സുവിശേഷങ്ങളിൽ ഇദ്ദേഹത്തെ വലിയ യാക്കോബ് എന്നാണ് വിളിക്കപ്പെടുന്നത്. കാരണം അപ്പോസ്തോലന്മാരിൽ വേറൊരു യാക്കോബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്നാണ് വിളിച്ചിരുന്നത്. സെബദിയുടെയും സാലോമിൻ്റെയും പുത്രനായിരുന്ന യാക്കോബിനെ മീൻ പിടിക്കുന്നിടത്തു നിന്നുമാണ് യേശു അപ്പോസ്തോലനായി തിരഞ്ഞെടുത്തത്. ക്രിസ്തു ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോഴും ഗെത്സമനിൽ പീഡ അനുഭവിക്കപ്പെട്ടപ്പോഴും പത്രോസ്, യോഹന്നാൻ എന്നിവരോടുകൂടി ക്രിസ്തുവിൻ്റെ അടുക്കലിരിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചയാളാണ് വിശുദ്ധ യാക്കോബ്. വിശുദ്ധ യാക്കോബിനെയും സഹോദരൻ യോഹന്നാനെയും ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനശേഷം സുവിശേഷ പ്രസംഗത്തിനായി യാത്ര തിരിച്ച യാക്കോബ് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളും നിരവധി മാനസാന്തരങ്ങളും യഹൂദരെ വല്ലാതെ രോഷാകുലരാക്കി. അവർ അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തി രാജസന്നിധിയിലെത്തിച്ചു. അന്ന് യൂദയായിലെ നാടുവാഴിയായിരുന്ന ഹെറോദേസ് അഗ്രിപ്പ യഹൂദരെ പ്രീതിപ്പെടുത്തുന്നതിനായി യാതൊരു വിസ്താരവും കൂടാതെ വധിക്കുവാൻ ഉത്തരവിട്ടു. താൻ സ്നേഹിക്കുന്ന ദിവ്യനാഥനോടൊപ്പം ഉടൻ ചേരുമല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. കൊലക്കളത്തിലേക്കുള്ള യാത്രയിൽ വിശുദ്ധൻ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. വിശുദ്ധൻ മരണത്തിനു മുന്നിലും പ്രകടിപ്പിച്ച വിശ്വാസവും ധൈര്യവും കണ്ട ന്യായാധിപനിൽ പ്രമുഖൻ മാനസാന്തരപ്പെട്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിച്ചു. അവർ രണ്ടുപേരുടെയും ശിരസ് അന്ന് വിച്ഛേദിക്കപ്പെട്ടു.